കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ശരിയേച്ച് പൂനൂർ. അനിരുദ്ധനെ ഒന്നുകൂടെ നോക്കിയവൻ തിങ്കളിനടുത്തേക്ക് തന്നെ നടന്നു. അവനവിടെ ചെല്ലുമ്പോൾ ഒരുവിധം കരച്ചിലൊക്കെ അടങ്ങി മുന്നേ കണ്ട പോലെയുള്ള ഒരു തരിപ്പിലിരിക്കുന്നവളെ നോക്കി ആൾക്കടുത്തേക്ക് പാർത്തി നീങ്ങുമ്പോൾ ചാന്ദിനി അവന്റെ കയ്യിൽ മുറുകെയൊന്ന് പിടിച്ചു. ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി. തിങ്കളിന് തൊട്ടടുത്തായി പാർത്തി വന്നിരുന്നു. അരികിൽ വന്നിരുന്നവന്റെ സാന്നിധ്യം അവളും അറിഞ്ഞു. ഒരു നിമിഷം പാർത്തിയൊന്നും മിണ്ടിയില്ല. ബെഡിൽ കുത്തിയിരിക്കുന്നവരുടെ നീണ്ട വിരലുകളൊന്ന് പുണർന്നു പിടിക്കാൻ അവൻ കൈ ഉയർത്തിയതാണ്. ഇപ്പൊ നിനക്കെന്നെ ശരിക്കും വേണ്ടതായി കാണൂലേ? എന്നാൽ അതിനു മുമ്പേ അവന്റെ ഹൃദയം തകർക്കും പോലെ പെണ്ണിന്റെ ഒരു ചോദ്യം. പാർത്തി അവളെ പകപ്പോടെ നോക്കുമ്പോൾ തിങ്കളിന്റെ നനഞ്ഞു കുതിർന്ന കണ്ണുകൾ അവന് നേരെ ഉയർന്നു. വിതുമ്പലടക്കാൻ പാടുപെട്ട് വിറച്ചു തുള്ളുന്ന ചുടികൾ. ഇത്രയും നേരം കണ്ണീരൊഴുക്കിയതിന്റെ ബാക്കിയായി ചുവന്ന് വീർത്തുപോയ അവളുടെ മുഖം. ആദ്യത്തെ അവളുടെ ആ ചോദ്യം തന്ന പകപ്പ് മാറിയതും പാർത്തിയുടെ രക്തം തിളച്ചു. അവളുടെ വാക്കുകൾ തീർത്ത ആഘാതത്തിൽ ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അവന്റെ മൂക്കിൻ തുമ്പ് ചുവന്നു വിറച്ചു. മുന്നിലിരിക്കുന്നവളെ താനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവന് തന്നെ അറിയില്ല. വേണ്ടാന്നല്ലേ? അതെടി, എനിക്ക് നിന്നെ ഒട്ടും വേണ്ട, ഒരു താനി പോലും വേണ്ട. എണ്ണിപ്പെറുക്കിയുള്ള പറച്ചിലിനൊപ്പം തന്നെ അവളുടെ ഇരുകവളിനെയും കൈക്കുമ്പിലെടുത്ത് പാർത്തിയുടെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അവളുടെ മുഖം മുഴുവൻ ഓടി നടക്കുമ്പോൾ അനക്കമറ്റിയിരിക്കാൻ മാത്രമേ തിങ്കളിന് പറ്റിയുള്ളൂ. അവസാനം പൊട്ടിയ ചുണ്ടുകളിൽ കൂടെ അത്രയും ശക്തിയിൽ അമർത്തി ചുംബിച്ചവൻ മാറുമ്പോൾ കണ്ണും തുറച്ചിരിക്കുന്നവളെ കണ്ട് ചെക്കൻ്റെ ഉള്ളെന്ന് തണുത്തു. അന്നൊരു ഉമ്മ നിന്നെ നീ എന്നെ തല്ലി, ഇന്നീ തന്നിനെന്തേ തല്ലുന്നില്ല നീ? ആളുടെ കാവിൽ നിന്ന് കൈയെടുക്കാതെ ഒരു നിശ്വാസ ദൂരത്തിൽ നിന്ന് തന്നെയാണ് അവന്റെ സംസാരം. ഓ, ഈ കൈയൊടിഞ്ഞുകൊണ്ടാണോ? മറ്റേ കൈ കൊണ്ട് തല്ലാനറിയില്ല നിനക്ക്? കുസൃതിയോട് അവൻ ഒരിക്കൽ കൂടെ ചോദിച്ചു കഴിഞ്ഞില്ല. ഇടത്തെ കൈ കൊണ്ട് അവന്റെ കവിളിൽ ഒരു അടി വീണിട്ടുണ്ട്. അത്ര ഷോർട്ടായിട്ടൊന്നുമല്ല, ഒരു ചെറിയ തല്ല്. പാർത്തിയുടെ ചൊടികളൊന്ന് വിടർന്നു. എന്നാൽ പെട്ടെന്ന് പെണ്ണിന്റെ വിതുമ്പലുകൾ വീണ്ടും അവിടെ വീഴുമ്പോൾ അവൻ ഞെട്ടി തലതിരിച്ച് നോക്കി. സങ്കടം കൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് അവൾ. ഒരുപാട് വൈകിപ്പോയി എന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കഴിഞ്ഞ രാത്രി മരിച്ചുവെന്ന് കരുതിയെടുത്ത് ജീവിക്കാനുള്ള അത്രയും കൊതി എന്റെ മനസ്സിൽ നിറയെ നിന്റെ മുഖം ഓർത്തപ്പോൾ മാത്രം ആ നിമിഷം നീയോ അച്ഛനും അമ്മയായിട്ടുള്ള ഒരു സ്വർഗതുല്യായ ജീവിതം ഞാൻ എൻ്റെ ഉൾക്കണ്ണിൽ കണ്ടു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപക്ഷെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇനി നിനക്കെന്നെ വേണ്ട. അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയുള്ളൂ. എൻ്റെ ചീക്കൂടെ എന്നെ വിട്ടുപോയി. എല്ലാവരുടെയും മുമ്പിൽ തലയുയർത്തി ജീവിക്കാൻ കൊതിച്ചിട്ട് സ്വന്തം മാനം പോലും കാക്കനെ കൊണ്ട് പറ്റിയില്ല. ഒരുവിധം വിതുമ്പുന്ന ചുണ്ടുകൾ അടക്കി പിടിച്ചവൾ പറയുമ്പോൾ താൻ കണ്ടിട്ടുള്ള തന്റെ തങ്കിയൽ ഇതെന്ന് പിന്നെയും തോന്നുകയാണ് പാർത്തിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ, അവന് ഈ തങ്കിയെ ഇഷ്ടമാണ്. ആളിനി എങ്ങനെയാണെങ്കിലും അവന് ഇഷ്ടമാണ്. അതിനപ്പുറം അവൾ പറഞ്ഞ പലതും അവന് വ്യക്തമായില്ലെങ്കിലും ഒരു കാര്യം ചെക്കൻ്റെ മൈൻഡിൽ ഉറച്ചു. ഒരു കാര്യം മാത്രം. ദേ അവൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു തന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന്. ആളെക്കാളേറെ ആളെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇതിൽ കൂടുതൽ എന്താണ് പാർത്തിക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കലി തിങ്കളുടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നെറ്റികളെ സ്റ്റിച്ച് എടുക്കാൻ ഒരു 2-3 ആഴ്ച എന്തായാലും എടുക്കും. പിന്നെ കൈ ശരിയാവാൻ 1 മാസം, അതിൽ കൂടുതൽ പോവില്ല. ബാക്കിയൊക്കെ ആ കുട്ടിയുടെ ശരീരത്തിലുള്ള മുറികൾ പെട്ടെന്ന് ഉണങ്ങാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ മനസ്സിനേറ്റ മുറികൾ പൊറുക്കാനാണ് ബുദ്ധിമുട്ട്. ഡോക്ടർ പറഞ്ഞിരുത്തുമ്പോൾ അനിരുദ്ധനും ചാന്ദിനിയൊപ്പം മിഥുനും അവരുടെ ഉള്ളിൽ നിറഞ്ഞൊരു പരിഭ്രമത്തോടെ നോക്കി. പാർത്തി തിങ്കളിനടുത്തേക്ക് പോയപ്പോൾ തിങ്കളുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് അറിയാൻ ഡോക്ടറുടെ അടുത്തേക്ക് വന്നതാണവർ. നിങ്ങൾ ടെൻഷൻ ആവാൻ വേണ്ടി പറയുന്നല്ല, പക്ഷെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കുറച്ച് മോശം തന്നെയാണ്. തന്നെ അവരെന്തോ ചെയ്തിട്ടുണ്ടെന്നൊരു മൈൻഡിലാണ് ആ കുട്ടി ഇപ്പോൾ. അവൾ ആഗ്രഹിക്കാത്ത രീതിയിൽ അവർ കണ്ടു. തൊട്ടത്, പിടിച്ചത്, ഉപദ്രവിച്ചത് എല്ലാം നല്ല രീതിയിൽ തിങ്കളിനെ തളർത്തിയിട്ടുണ്ട്. പക്ഷെ കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ ഡോക്ടർ. അപ്പോഴേക്കും പാർത്തി എത്തിയില്ലേ? മിഥുൻ പെട്ടെന്ന് കയറി പറഞ്ഞു. അങ്ങനെയായിരിക്കാം, പക്ഷെ അത് വിശ്വസിക്കാൻ ആ കുട്ടി കൂട്ടാക്കുന്നില്ല. അൺകോൺഷ്യസ് ആവും മുന്നേ ഈ പാർട്ടികൾ കണ്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. പാർട്ടി വന്നുപോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. മേ ബി അവളെ സമാധാനിപ്പിക്കാനായി നമ്മളെല്ലാവരും ഇപ്പൊ കള്ളം പറയുകയാണെന്നായിരിക്കും ആ കുട്ടി ചിന്തിക്കുന്നത്. അവൾക്ക് എന്തോ സംഭവിച്ചു, പക്ഷേ നമ്മളത് അവളെ അറിയിക്കുന്നില്ലെന്നാണ് അവളുടെ മനസ്സിൽ. പിന്നെ ആരാണ് ഈ ചീക്കു? മോള് വളർത്തുന്ന മീനായിരുന്നു. ചാന്ദിനി മുഖം തുടച്ച് ഡോക്ടർ നോക്കി. ഓ, ഈ സംഭവത്തിൽ ആ മീൻ ചത്തുപോയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത്രയും മോശമായ സമയത്ത് ആ കുട്ടി അത്രയും സ്നേഹിച്ച ഫിഷ് കൂടെ അവിടെ കൺമുമ്പിൽ വെച്ച് പിടഞ്ഞു വരിച്ചു നല്ല രീതിയിൽ അവിടെ മൈൻഡിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് മെന്റലി ആ കുട്ടി അത്രയധികം വീക്കാണ്. എന്താ ഡോക്ടർ, ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഒരു നിശ്വാസത്തോടെ ഡോക്ടർ പറഞ്ഞിരുത്തിയതും അനിരുദ്ധൻ ടെൻഷനോടെ അവരെ നോക്കി. അത്ര പേടിക്കൊന്നും വേണ്ട. ഒരു കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. കൂടെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആ കുട്ടിക്ക് ആവശ്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഹേമ, സൈക്കാട്രിസ്റ്റാ. ആളെ പോയി ഒന്ന് കണ്ടാൽ മതി, എല്ലാം റെഡിയാവും. ഇതാണ് അവളുടെ കാർഡ്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് പോയി കണ്ടാൽ മതി. അനിരുദ്ധൻ അവർ നീട്ടിയ കാർഡ് വാങ്ങി. ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങൾ തിങ്കളെ കുറിച്ച് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബോൾഡായ കുട്ടിയാണ് അവള്. എല്ലാം പെട്ടെന്ന് ഉൾക്കൊണ്ട് പഴയ തിങ്കളായിട്ട് തിരിച്ചു വരാ കുട്ടി. സോ ഡോണ്ട് വറി. ചിരിയോടെ ആ ഡോക്ടർ ആർക്കൊന്നുകൂടെ പറഞ്ഞിരുത്തുമ്പോൾ ആരുള്ളിൽ നിറഞ്ഞൊരു ചിരിയോടെ ആശ്വാസത്തോടെ തലയാട്ടി. 5 ദിവസങ്ങൾ കഴിഞ്ഞു. തിങ്കളിനെ ഡിസ്ചാർജ് ആക്കി ഇന്നാണ് ഒരു പനി വന്ന് പിടിച്ച പെണ്ണിന്
ചാന്ദിനിയായിരുന്നു സദാസമയം അവളുടെ കൂടെ. പൊന്നുപോലെ തന്നെയാണ് അവരവളെ നോക്കിയത്. പിന്നെ അന്ന് ഇഷ്ടമാണെന്നൊക്കെ പെണ്ണ് പറഞ്ഞോടെ പാർത്തി പിന്നെ ഭൂമിയിലൊന്നും ആയിരുന്നില്ല. പക്ഷെ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്ന അനിരുദ്ധനും ചാന്ദിനിയും മിഥുനും തിങ്കളുടെ മെന്റൽ കണ്ടീഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ് അവനോടും വിവരിച്ചു കൊടുത്തു. അപ്പോഴാണ് നിനക്കെന്നെ ഇനി വേണ്ട എന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് അവൾ പറഞ്ഞില്ല എന്നൊരു ഓർമ്മ പാർത്തിക്ക് വന്നത്. കൂടാതെ വേറെന്തൊക്കെയാ അവൾ പറഞ്ഞ് അവൻ ഓർത്തെടുക്കാൻ നോക്കിയെങ്കിലും ചെക്കന്റെ തലയിലൊന്നും കത്തിയില്ല. കാരണം വേറൊന്നുമില്ല, അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെയൊന്നും കേട്ടില്ല അവൻ. ഇവനീ പറഞ്ഞപ്പോഴാണ് സംഭവങ്ങളുടെ കിടപ്പുവശം അവന് മനസ്സിലായത്. ശരിയാണ്, തന്റെ പെണ്ണിന്റെ സംസാരത്തിലും പ്രവൃത്തികളിലൊക്കെ നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ അവന് വിശ്വാസമുണ്ട് തന്റെ തങ്കി തിരിച്ചു വരുമെന്ന്. ഇന്ന് തന്നെയാണ് തിങ്കളുടെ ഹേമ ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം തിങ്കൾ നല്ലപോലെ തന്നെ സംസാരിച്ചിരുന്നെങ്കിലും അവളുടെ വിഷമം പറഞ്ഞ് കരഞ്ഞിരുന്നെങ്കിലും പതിയെ പതിയെ വല്ലാതെ ഒതുങ്ങിപ്പോയി അവൾ. ചില ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും ഒരു പ്രതികരണം ഇല്ലാതായിട്ടുണ്ടായിരുന്നു പെണ്ണിന്. ഡോക്ടർ പറഞ്ഞതിലെ കാര്യം ശരിക്കും അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. എല്ലാവരെയും വെല്ലുവിളിച്ച പോലെ തനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കാൻ കഴിയും, എന്തും ധൈര്യത്തോടെ നേരിടും, ആരുമില്ലെങ്കിലും തന്നെ എന്ത് പ്രശ്നവും താൻ തന്നെ പരിഹരിക്കുമെന്നൊക്കെ സ്വയം വിശ്വസിപ്പിച്ചുറപ്പിച്ചവൾ കിട്ടിയ നല്ലൊരു അടിയായിരുന്നത്. അവർ തന്നിൽ ആധിപത്യം ഒന്നും സ്ഥാപിച്ചിട്ടില്ലെന്ന് അവൾക്ക് വ്യക്തമായെങ്കിലും അവരുടെ നഖങ്ങളും പല്ലുകളൊക്കെ കൊണ്ട് അവളുടെ ശരീരത്തിലുണ്ടായ നീറുന്ന പാടുകൾ പോലും ആൾക്കുള്ളിലെ പെണ്ണിന് സഹിക്കാൻ കഴിയാത്തതാണ്. ഒരുപാട് കനലുകൾ താണ്ടി പൊരുതി വന്നവളെ അവരത്രയും ശക്തിയിൽ ചവിട്ടി താഴ്ത്തി. ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ട് കാപാലികന്മാർക്ക് മുന്നിൽ താൻ തോറ്റുപോയത് ആലോചിക്കുമ്പോൾ സ്വന്തം മനസ്സിനെ പോലും വരുതിയിൽ നിർത്താൻ അവൾക്ക് കഴിയാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ നേരെ അവർ ഹേമ ഡോക്ടറെ കാണാനാണ് പോകുന്നത്. ചാന്ദിനിയുടെ കയ്യിൽ പിടിച്ച് ആടി തൂങ്ങി വരുന്നവളെ പാർത്തി ഉള്ളു പൊട്ടുന്ന നോവോടെ നോക്കി നിന്നു. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ച് കോലം കെട്ടുപോയിട്ടുണ്ട് അവൾ. അതിപ്പോൾ ശരീരത്തിനായാലും മനസ്സിനായാലും. പാർത്തി അവരുടെ അടുത്തേക്ക് ചെന്ന് തിങ്കളിനെ ചാന്ദിനിയുടെ കയ്യിൽ നിന്ന് അവനടുത്തേക്ക് നിർത്താൻ നോക്കിയെങ്കിലും അവളുടെ പിടി ചന്തുവിന്റെ അടുത്ത് നിന്ന് വിട്ടില്ല. തങ്കി, അത്രയും ആർദ്രമായവന്റെ വിളി. ഇത്ര നേരം അവനെ നോക്കാതിരുന്നവൾ ആ വിളിയിൽ അവനെ മുഖമുയർത്തിയെന്ന് നോക്കി. ചാന്ദിനിയുടെ കയ്യിൽ അവളുടെ പിടി അവൾ തന്നെ വിട്ടു. പാർത്തി അവളെ തോളിലൂടെ കൈയിട്ട് അവന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. ചാന്ദിനി അവരെ നോക്കി കണ്ണു തുടച്ച് ഹോസ്പിറ്റൽ റിസപ്ഷന്റെ അവിടെ നിൽക്കുന്ന അനിരുദ്ധന്റെ അടുത്തേക്ക് നടന്നു. പാച്ചു, ഉറങ്ങിയടാ നീ? തന്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നവന്റെ മുടികൾക്കിടയിലൂടെ അനിരുദ്ധന്റെ വിരലുകൾ ഓടി. ഇല്ല എന്നൊരു മറുപടി മൂളലായി അവനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനൊപ്പം അച്ഛന്റെ ചൂടിലേക്ക് ഒന്നുകൂടെ ചുരുണ്ട് പറ്റിക്കൂടിയവൻ. നാളെ രാവിലെ തന്നെ ഇറങ്ങാം നമുക്ക്. എവിടേക്കാണെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. പാർത്തിയുടെ മുഖം അനിരുദ്ധന് നേർക്ക് ഉയർന്നു. അമര കിട്ടിയോ? വലിഞ്ഞു മുറുകിയിട്ടുണ്ട് പാർത്തിയുടെ മുഖം. നാളെ ആവട്ടെ ബാസു, എല്ലാം പറയാം ഞാൻ. നീ ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. അമ്മ വിളിച്ചിട്ട് എന്ത് പറഞ്ഞ്? പഴയ പോലെ അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അവള്. ഞാനൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞ, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അത് കോള് കട്ടാക്കി. പരിഭവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞവൻ തിരിഞ്ഞു കിടക്കുമ്പോൾ ആ പിണക്ക അമ്മയോട് മാത്രമല്ല തന്നോട് കൂടെയാണെന്ന് അനിരുദ്ധന് മനസ്സിലായി. ഒന്നും അവനോട് തുറന്നു പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പാർത്തിയുടെ എല്ലാ ഭാവങ്ങളും അനിരുദ്ധന് അത്രയും നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ അച്ഛനും മകനും അറിയാൻ നല്ലവണ്ണം. ചാന്ദിനിയും തിങ്കളും ഹേമ ഡോക്ടറെ അടുത്താണ്. ചെറിയൊരു ക്ലിനിക്കിട്ട് കൺസൾട്ട് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റാണ് ഹേമ ഡോക്ടർ എന്ന് വിചാരിച്ചാണ് അവരങ്ങോട്ട് പോയത്. പക്ഷെ ആളുടെ ക്ലിനിക്ക് ഒരു റിസോർട്ട് പോലെയാണെന്ന് മാത്രം. അവിടെ അത്യാവശ്യം അന്തേവാസികളുണ്ട്. അതിൽ രോഗികളുമുണ്ട്, രോഗികളല്ലാത്തവരുമുണ്ട്. തിങ്കളുമായി സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം തിങ്കളിവിടെ നിൽക്കുന്ന നല്ലതാണെന്ന് ഹേമ ഡോക്ടർ പറഞ്ഞു. അതവിടെ ചേർക്കാനുള്ള പ്രശ്നമൊന്നും തിങ്കളിന് ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ ഒരവസ്ഥയിൽ ആ വീട്ടിലേക്കും പരിസരത്തേക്കും അവൾ തിരിച്ചു പോയാൽ ചിലപ്പോൾ ഇവിടെ സ്ഥിരമായി ചേർക്കേണ്ട അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞോടെ അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് എല്ലാവരും ഉറപ്പിച്ചു. അവൾക്കൊപ്പം ചാന്ദിനിക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. കൂടെ പാർട്ടി പറഞ്ഞിരുന്നു എല്ലാവരോടും തിങ്കളും അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഇവരുടെ കല്യാണം നടത്താൻ അനിരുദ്ധനും തീരുമാനിച്ചു കഴിഞ്ഞു. ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണെന്നാണ് അവരും പറഞ്ഞത്. അതിനുവേണ്ടി തിങ്കളുടെ മനസ്സിനൊരു തയ്യാറെടുപ്പും ഇവിടെ വെച്ച് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞോടെ എല്ലാവർക്കും സമാധാനമായി. ഹെവൻ ഓഫ് ഹോപ്പ് എന്നാണ് ഹേമ ഡോക്ടറുടെ ആ സ്ഥാപനത്തിന്റെ പേര്. അവിടെ ഒരു കോട്ടേജ് ആയിട്ടാണ് മുറികൾ. അതിനിടയ്ക്ക് പൂന്തോട്ടങ്ങളും വലിയ മരങ്ങളൊക്കെയായി അത്രയും മനോഹരമായ അന്തരീക്ഷമാണ് അവിടെ. ശരിക്കുള്ള രോഗികൾക്ക് വേണ്ടി മറ്റൊരു ബിൽഡിംഗും അവിടെയുണ്ട്. തിങ്കളും ചാന്ദിനി അവിടേക്ക് പോയിട്ട് ഇന്നേക്ക് ഒരാഴ്ചയോളമായി. അന്ന് തൊട്ട് അച്ഛനും മകനും മാത്രമാണ് വീട്ടിലുള്ളത്, കൂടെ പാർത്തിയുടെ പെറ്റ്സും. അതിപ്പോൾ തിങ്കൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അനിരുദ്ധനും പാർത്തിയും രാത്രി വീട്ടിലേക്ക് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ലല്ലോ. മന്മുവിന് പിന്നെ മറുമരുന്ന് കൊടുത്തുകൊണ്ട് പിറ്റേന്ന് തന്നെ അവൻ ഓക്കെ ആയി. ഉദയാവൻ അവർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പാർട്ടിയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിരുന്നു. സുന്ദരന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുഷ്പുവിന്റെ കാലിന് ചെറിയൊരു മുറിവ് പറ്റി. വലുതൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവൾ തന്നെ നക്കി തുടച്ച് ശരിയാക്കി. തിങ്കളിന് അപകടം പറ്റിയ കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത ശ്രീത്തിനെയും ജയരാജനെയും ആളുകൾ തിരിച്ചറിഞ്ഞു. പലതരത്തിലുള്ള കഥകൾ അതിന്റെ പേരിൽ നാട്ടിൽ പരക്കുന്നുണ്ടെങ്കിലും പകുതി മുക്കാൽ പേരും തിങ്കളുടെ പക്ഷത്താണിപ്പോൾ. പ്രായമായ നാട്ടുകാരെ പലരും പലതും പറഞ്ഞ് പറ്റിച്ച പോലെ ഇപ്പോൾ ആർക്കും പറ്റിക്കാൻ പറ്റില്ലെന്ന് സാരം. നാട്ടുകാർക്കൊക്കെ ബുദ്ധി വെച്ചവർ ബുദ്ധിയില്ലാത്തവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടെന്താ, ഭർത്താവിന്റെ ഗുണവധികാരം കൊണ്ട് താര ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്.
എന്നിട്ടും പറഞ്ഞിട്ടെന്താ? സ്വന്തം ചേച്ചിയെ ഭർത്താവ് ഉപദ്രവിക്കാൻ നോക്കിയിട്ടും പഴയ ഭർത്താവിന് മേലേക്കിടാതെ തിങ്കളിനെതിരെ തന്നെയാണ് അവിടെ നാക്കിപ്പോഴും ചലിക്കുന്നത്. താൻ ഈ നാട്ടിൽ നിന്ന് അവരോട് പോകാൻ പറഞ്ഞപ്പോൾ അന്നേ അവർ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്നാണ് അവളുടെ കാഴ്ചപ്പാട്. അവളുടെ കാഴ്ചപ്പാടും കൊണ്ട് നാണം കിട്ടുന്ന ഈ നാട്ടിലെങ്കിൽ ജീവിക്കട്ടെ, അത്ര തന്നെ. പക്ഷേ മകനെ ഭാമിനിയും ദിനേശിനും ഏട്ടനും ശ്രീപ്രിയും മുഴുവനായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. അതിനൊപ്പം നിങ്ങളിനോർത്ത് അവർക്ക് അത്രയും കുറ്റബോധമുണ്ട്. കൂടെ ശ്രീത്തും താരയും പറഞ്ഞ കഥകളെല്ലാം വെറും കഥകൾ മാത്രമായിരിക്കുമെന്ന് അവരിതോടുകൂടി ഉറപ്പിച്ചു. അതോടെ തിങ്കളിനെ കാണാനും സംസാരിക്കാനും അവർ ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും പാർത്തി അതിനവരെ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് അവളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇനി അവളെ തേടി വരാതിരുന്നാൽ മതിയെന്ന് അവൻ പറയുമ്പോൾ അവർ തിരിച്ചുപോയി. മല്ലികയും ഗോപിനാഥനും ഇതിനിടയ്ക്ക് തിങ്കളിനെ കാണാമെന്നിരുന്നു. അവര് മാത്രമല്ല, നിമിഷയും വന്നു. എല്ലാവർക്കും അവളോട് പറയാനുണ്ടായിരുന്നു പഴയ പോലെ അവൾ തിരിച്ചു വരണമെന്നാണ്. ഒന്നും അവൾക്ക് നഷ്ടപ്പെട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കൂടെ ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അനിരുദ്ധന്റെ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങോട്ട് വരാൻ നിന്നാണ്. ഇപ്പോൾ വേണ്ടെന്ന് അനിരുദ്ധൻ തീർത്ത് പറഞ്ഞു. എല്ലാം ഒതുങ്ങിയിട്ട് താൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. വാച്ചു തിരിഞ്ഞെടുക്കുന്നവൻ അനിരുദ്ധം വിളിച്ചിട്ടും ചെക്കന് വലിയ മൈൻഡൊന്നുമില്ല. കുറച്ച് ക്ഷമ കാണിക്കടാ നീ, ഈ ദിവസങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് പോയില്ലേ. അവന് അങ്ങനെ തന്നെ അനിരുദ്ധം തിരിച്ചെടുത്തി പറയുമ്പോൾ അധികം ബലം പിടിക്കാതെ തന്നെ അച്ഛൻ പറഞ്ഞ അനുസരിക്കും പോലെ വീണ്ടും കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നവൻ. ചാന്ദിനി തിങ്കളുടെ കൂടെ ആയപ്പോൾ മുതൽ അച്ഛനും മോനും ഒരുമിച്ചാണ് കിടപ്പ്. ആദ്യത്തെ ദിവസം കിടന്നിട്ട് ഉറക്കം വരാതെ അനിരുദ്ധന്റെ അടുത്ത് പോയി കിടന്നാലോ എന്ന് പാർത്ഥി വെറുതെ ഒന്ന് ചിന്തിച്ചതേയുള്ളൂ. ഇനി ഉറക്കം വരാത്ത രാത്രികളിൽ അമ്മയുടെ അടുത്ത് അവൻ കിടക്കാറുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. എന്നാൽ അനിരുദ്ധന് ആ ട്രബിളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ പാച്ചുവിന്റെ അടുത്ത് വന്ന് അവനടുത്ത് കിടന്നു അയാൾ. അന്നേരം കണ്ണുമിഴിച്ച് നോക്കുന്നവനെ കണ്ട് എന്റെ മകന്റെ അടുത്ത് ഒരിക്കലെങ്കിലും കിടക്കാൻ എനിക്ക് മോഹം ഉണ്ടാവില്ലെന്നാണ് അയാൾ പറഞ്ഞത്. പാർത്ഥിയുടെ നെഞ്ചൊന്ന് വിങ്ങി. അവിടെ തിങ്കൾ ചാന്ദിനിയുടെ ചൂടിൽ മയങ്ങുമ്പോൾ ഇവിടെ പാർത്ഥിയും തന്റെ പെണ്ണിനെ സ്വപ്നം കണ്ട് അവന്റെ അച്ഛന്റെ അടുത്ത് കിടന്നുറങ്ങി. പിന്നെ അങ്ങോട്ട് ഇവരുടെ ഒരുമിച്ചുള്ള കിടത്തവും പതിവായി. പിറ്റേന്ന് രാവിലെ തന്നെ യാത്ര പോവാൻ ഇറങ്ങിയാണ് അനിരുദ്ധനും പാർത്ഥിയും. ചാന്ദിനി രാവിലെ തന്നെ പതിവ് വിളിച്ചിരുന്നു. ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടെ വിസിറ്റേഴ്സിന് അനുമതിയുള്ളത്. അനിരുദ്ധനും പാർത്ഥി അവരെ കാണാൻ ഈ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇനി അടുത്ത ആഴ്ചയിലേ പറ്റുകയുള്ളൂ. ചാന്ദിനി വിളിച്ചപ്പോൾ ഇവർ യാത്ര പോകുന്ന കാര്യം പറഞ്ഞില്ല. ഇറങ്ങാൻ നേരം പൂമുഖത്ത് വെച്ചിരുന്ന പത്രമെടുത്ത് പാർത്ഥിയുടെ കയ്യിൽ കൊടുത്തു അനിരുദ്ധൻ. അവന് സംശയത്തോടെ അതിലേക്ക് നോക്കി. കുറച്ചു ദിവസം മുന്നത്തെ പത്രമാണത്. അനിരുദ്ധൻ അതിലൊരു വാർത്ത അവന് തൊട്ട് കാണിച്ചു കൊടുത്തു. ഇടുക്കി ജില്ലയിൽ മൂന്നാർ മറയൂർ ഭാഗത്ത് ഉൾക്കാട്ടിൽ നിന്ന് തേൻ ശേഖരിക്കാൻ പോയ ആദിവാസി ഗോത്ര വിഭാഗക്കാർ ഒരു ചാക്കിൽ കിട്ടിയ നിലയിൽ സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന കുറച്ച് ശരീരഭാഗങ്ങൾ കണ്ടു എന്നാണ് വാർത്ത. പാർത്ഥികത് വായിച്ചിട്ട് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അനിരുദ്ധൻ അപ്പോഴേക്ക് അവരുടെ കാറ് പുറത്തേക്ക് ഇറക്കിയിരുന്നു. ഗേറ്റ് അടച്ചു വന്ന് പാർത്ഥിയും ഉള്ളിൽ നിറഞ്ഞ സംശയത്തോടെ കാറിലേക്ക് ചെന്ന് കയറി. ടൗണിലെത്താറായപ്പോൾ മിഥുനെയും പ്രണവിനെയും കണ്ടിരുന്നവർ. അനിരുദ്ധൻ അവർക്കടുത്തായി കാറ് നിർത്തി. ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞല്ലാതെ എവിടേക്കാണെന്ന് പാർത്ഥിയോട് അനിരുദ്ധം പറയാത്തതുകൊണ്ട് അവരോടും പറയാൻ പാർത്ഥിക്ക് സ്ഥലം അറിയില്ലല്ലോ. വീടിന്റെ താക്കോല് പാർത്ഥി പ്രണവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മന്മുവിനും പുഷ്പുവിനും ഇക്രുവിനും കുഞ്ഞപ്പനൊക്കെ ഫുഡ് കൊടുക്കേണ്ടതല്ലേ. ഇവരിനി പോയിട്ട് എപ്പോൾ വരുമെന്ന് കൃത്യം ടൈമൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ഇത് കാറിന്റെ ബാക്കിലെ ഡോറിന് അകത്തേക്ക് കയറിയിരുന്നു. അവനും പോകുന്നുണ്ട് ഇവരുടെ കൂടെ. എങ്ങോട്ടെങ്കിലും പോകുന്നേ? പ്രണവാണ് ചോദിച്ച്. പാലക്കാട് വരെ. അപ്പോൾ അവൻ അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് സ്വയം മനസ്സിലാക്കി പ്രണവ് മാറി നിൽക്കുമ്പോഴും അതിനെ മിഥുനെ എന്തിനു കൊണ്ടുപോകുന്നൊരു സംശയം പ്രണവിന് വന്നു. പ്രണവിന് മാത്രമല്ല, മിഥുനും പാർത്ഥിക്കും വന്നു. പക്ഷെ അതിന് തൽക്കാലം മറുപടി കൊടുക്കാതെ അനിരുദ്ധം പ്രണവിനെ നോക്കിയാൽ തലയാട്ടി കാറെടുത്തു കഴിഞ്ഞു. പാലക്കാടേക്ക് എന്തിനാ അച്ഛൻ ഇപ്പോൾ പോകുന്നത്? ഉള്ളിലുള്ള സംശയം പാർത്ഥി അപ്പോൾ തന്നെ ചോദിക്കുമ്പോൾ അനിരുദ്ധനൊന്ന് ചിരിച്ചു. മിഥുനും സംശയത്തോടെ തന്നെ ഇരിപ്പുണ്ട്. എന്റെ മോൻ തെറ്റിദ്ധരിക്കണ്ട, നമ്മളിപ്പോ മേലെടുത്തേക്കല്ല പോകുന്നത്. കുറച്ചു മുന്നേ ഞാനൊരു വാർത്തനെ കാണിച്ചു തന്നില്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നമ്മളിപ്പോ പോകുന്നത്. ഏത് വാർത്തയടാ? മിഥുൻ പാർത്ഥിയുടെ തോളിലും തട്ടിയതും അവിടെ ഇട്ടിട്ട് പോവാതെ കയ്യിൽ കൊണ്ടുവന്ന പേപ്പർ അവർ മിഥുന് കൊടുത്തു. അത് വായിച്ച് അവനൊന്നും മനസ്സിലാവാതെ പാർത്ഥിയെ നോക്കുമ്പോൾ എന്താണെന്നറിയാതെ അവന്റെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുകയാണ് പാർത്ഥി. കുറച്ചു ദിവസമായിട്ട് രണ്ടുപേരും നമ്മൾ തേടുന്നുണ്ടായിരുന്നില്ലേ, അതിനിടയ്ക്കാണ് ഈ കേസ് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരുന്നത്. അനിരുദ്ധം പറഞ്ഞു തുടങ്ങി. മൂന്നാറ് നടന്ന കേസ് എന്തിനാ ഈ സ്റ്റേഷനിലേക്ക് വരുന്നത്? പാർത്ഥിയുടെ ചോദ്യം ക്ഷമയില്ലാതെ പിന്നെ ഉയർന്നു കഴിഞ്ഞു. ഞാനൊന്ന് പറയട്ടടാ. ചിരിയോട് അനിരുദ്ധം പറയുമ്പോൾ മുറുകിയിട്ടുണ്ട് പാർത്ഥിയുടെ മുഖം. എത്ര നേരം ഇങ്ങനെ സസ്പെൻസ് ഇരുന്ന്? അച്ഛനായി പോയി, അല്ലെങ്കിൽ ചെക്കന്റെ തനി സ്വഭാവം പുറത്തു വന്നേനെ. ശാരിക കുറച്ചു ദിവസം മുമ്പ് മറയൂരിനടുത്തുള്ള വനമേഖലയിൽ ഒരു മരത്തിൽ തടഞ്ഞുന്ന ചാക്കിട്ടവിടെ മരത്തിൽ നിന്ന് തേനെടുക്കാൻ വരുന്ന ആദിവാസി വിഭാഗക്കാർ കണ്ടു. ദുർഗന്ധം സഹിക്കവയ്യ തുറന്നു നോക്കിയപ്പോഴാണ് അതൊരു സ്ത്രീയുടെ വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങളാണെന്ന് അറിഞ്ഞത്. വിശദമായ അന്വേഷണത്തിൽ അത് മൂന്നാർ മറയൂർ തന്നെയുള്ള അന്തേവാസിയായ ശാരിക എന്ന സ്ത്രീയാണെന്നുള്ളത് കണ്ടെത്തി. ചുറ്റുമുള്ളവരുമായി വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഏകാന്തത ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണ്. അവളുടെ ജോലി എന്താണെന്നോ എങ്ങനെയാണ് അവൾ ജീവിക്കുന്നതെന്നോ അവിടെയുള്ള ആർക്കും അറിയില്ല. പക്ഷെ ഒരാൾക്കറിയാം, അവളുടെ ഒരു അകന്ന ബന്ധു രഘുവരന്. പോലീസ് പിന്നെ അവനിൽ നിന്നാണ് അന്വേഷണം തുടങ്ങിയത്. അതെത്തി നിന്ന് ചെറുവത്തേരിയിലെ കപ്പലണ്ടി ഫാക്ടറി ഉടമ ജയരാജന്റെ നേരെയാണ്.
അതിനു മുന്നേ തന്നെ ജയരാജനിലേക്ക് എത്താൻ ആ സ്ത്രീയെ കെട്ടിവെച്ച ചാക്കിന് ഏറ്റോടിയിലായി അയാളുടെ ഫാക്ടറിയുടെ ഒരു സിമ്പിൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കേസ് ചെറുവത്തേരി സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പൊ ഈ പെണ്ണിനെ കൊന്ന്? മിഥുൻ വായും തുറന്ന് അനിരുദ്ധനെ നോക്കി. യെസ്, ജയരാജൻ, കൂട്ടുപ്രതി ശ്രീത്തും. അനിരുദ്ധൻ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. എല്ലാം മുഴുവനായി കേൾക്കാൻ രണ്ടുപേരും അയാളെ ഉറ്റുനോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.